നമസ്കാരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന പുതുയുഗ യാത്രയുടെ സ്വീകരണ വേദി നേതാക്കളുടെ ഉന്തും തള്ളും കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. വടകര MP ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ പരസ്യമായി പ്രതിഷേധിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. കോഴിക്കോട് MP-യെയും മുൻ MLA പാലക്കൽ അബ്ദുള്ളയെയും പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ തഴഞ്ഞുവെന്ന തോന്നലിൽ ഷാഫി അസ്വസ്ഥനായി. ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് നടന്ന ഈ അച്ചടക്ക ലംഘനം ഒട്ടും ശരിയായില്ല എന്നാണ് മുല്ലപ്പള്ളി തുറന്നടിച്ചത്. ഷാഫി പ്രകോപിതനായ നിമിഷം തന്നെ താൻ ഇടപെട്ടുവെന്നും യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് എന്ന ഷാഫിക്ക് കർശന താക്കീത് നൽകിയതായും മുല്ലപ്പള്ളി വെളിപ്പെടുത്തി. ഷാഫിക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു. പക്ഷെ പൊതുവേദിയിൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് അനാവശ്യമാണ്. ഷാഫി കൂടുതൽ സംയമനം പാലിക്കണമെന്നായിരുന്നു മുല്ലപ്പള്ളി പറഞ്ഞത്. പരിപാടിയുടെ സംഘാടനത്തിലും വലിയ പിഴവ് സംഭവിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. വേദിയിൽ ആളുകളെ കയറ്റുന്നതിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. സംഘർഷത്തിനിടെ മുല്ലപ്പള്ളി താഴെ വീണെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. താൻ സോഫയിൽ ഇരിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പുതുയുഗ യാത്രയുടെ പേരിൽ കോൺഗ്രസ് ഐക്യം വിളംബരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറ്റ്യാടിയിലെ ഈ തല്ലും പിടിയും പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. ഗ്രൂപ്പ് പോരും സീറ്റ് തർക്കങ്ങളും രൂക്ഷമാകുന്നതിനിടയിൽ മുതിർന്ന നേതാവ് യുവ നേതാവിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് വരും ദിവസങ്ങളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദീർഘകാലം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് വടകര. അവിടെ ഇന്ന് ഷാഫി പറമ്പിൽ MP ആയതിനു ശേഷം മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുടെ തട്ടകത്തിൽ ഷാഫിയെ പോലൊരു യുവ നേതാവ് പിടിമുറുക്കുന്നത് പലപ്പോഴും പഴയ തലമുറയെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പാലക്കാട് മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ചും വടകരയിൽ KK ശൈലജയെ തകർത്തും കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായി മാറിയ നേതാവാണ് ഷാഫി പറമ്പിൽ. എന്നാൽ ഈ ജനപ്രതിനിധിക്കിടയിലും പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നു എന്ന പരാതി മുമ്പും ഷാഫിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. മുല്ലപ്പള്ളിയെ പോലെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന ഒരു നേതാവ് പരസ്യമായി വിമർശിച്ചത് ഷാഫിക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. KPCC മുൻ പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലവിൽ സജീവ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും K സുധാകരൻ, BD സതീശൻ, അച്യുതണ്ടിനൊപ്പം നിൽക്കുന്ന യുവനിരകളുമായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. പുതുയുഗ യാത്രയുടെ വേദിയിൽ വെച്ച് തന്നെ ഇത്തരമൊരു പൊട്ടിത്തെറി ഉണ്ടായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് തർക്കങ്ങളുടെയും ഗ്രൂപ്പ് പോരിന്റെയും തുടക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പരിപാടിയുടെ സംഘാടനത്തിലും കടുത്ത വീഴ്ചയുണ്ടായതായി മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വേദിയിൽ ആളുകൾ കയറ്റുന്നതിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. അതേസമയം സംഘർഷത്തിനിടെ താൻ വേദിയിൽ വീഴുവെന്ന വാർത്തകളും അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു. താൻ സോഫയിൽ ഇരുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കോൺഗ്രസ് വേദികൾ തല്ലുപിടുത്തത്തിന്റെ വേദിയായി മാറുന്ന കാഴ്ചയാണ് കുറ്റ്യാടിയിൽ കണ്ടത്. ഗ്രൂപ്പ് പോരും സീറ്റ് തർക്കങ്ങളും രൂക്ഷമായ കോൺഗ്രസിന്റെ പൊതുവേദിയിലെ അടിപിടിക്കെതിരെ ഏറെ വിമർശനങ്ങളാണ് ഉയർന്നത്. പൊതുവേദിയിൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയത് അനാവശ്യമായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ സംയമനം പാലിക്കണമെന്നുമാണ് മുല്ലപ്പള്ളി തുറന്നടിച്ചത്. പ്രസംഗിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ പ്രകോപിതനായി എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. കോഴിക്കോടൻ MP-യെയും മുൻ MLA പാലക്കൽ അബ്ദുള്ളയും പ്രസംഗിക്കാൻ ക്ഷണിച്ചതോടെയാണ് ഷാഫിക്ക് കടുത്ത അമർഷമുണ്ടായത്. ചാനൽ ക്യാമറകൾക്ക് മുന്നിലായിരുന്നു ഈ അച്ചടക്ക ലംഘനമെന്നത് ഷാഫി മറന്നുപോയി. ഷാഫി പ്രകോപിതനായപ്പോൾ തന്നെയാണ് യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് എന്ന് താൻ താക്കീത് നൽകിയതെന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്.